കാസർകോട്ടെ കോൺഗ്രസ് നേതാവ് BM ജമാലിനെതിരെ ജില്ലാ നേതൃത്വത്തിന് പരാതി. EVM ഹാക്കിങ്ങിന്റെ പേരിൽ പണം തട്ടിയെന്നാണ് പരാതി. ഹാക്കിങ്ങിന് BJP പദ്ധതിയിട്ടിട്ടുണ്ട് എന്നും തടയാൻ സാങ്കേതിക വിദ്യ ഉണ്ടെന്നും പറഞ്ഞാണ് പണം തട്ടിയത്. വിഷയത്തിൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം UDF സംസ്ഥാന കമ്മിറ്റിക്കും KPCC പ്രസിഡന്റിനും UDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പരാതി നൽകും. വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, എന്തായാലും പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നു എന്നുള്ളതാണ്. അതിലൊരു വേറിട്ട തട്ടിപ്പാണ് ഇതെന്തായാലും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? സ്വാതി, തീർച്ചയായും ഏറെ കൗതുകകരമായ ഒരു ആരോപണം കൂടിയാണ്. കാരണം EVM തട്ടിപ്പ് BJP വ്യാപകമായി നടത്തുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് മറ്റൊരു സാങ്കേതികവിദ്യ കൈവശമുണ്ട്, അത് ഉപയോഗിക്കണം, അതിൽ പ്രയോഗിക്കണമെങ്കിൽ പണം വേണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാസർഗോഡ്, ഉദുമ, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ UDF സ്ഥാനാർത്ഥികളെ സമീപിച്ചുവെന്നും അതിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്നും അതായത് കാസർഗോഡ് മണ്ഡലത്തിലെയും ഉദുമ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ UDF സ്ഥാനാർത്ഥികളിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നുമാണ് ഇപ്പോൾ ഒരു ആരോപണ രൂപത്തിലുള്ള പരാതി UDFിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ വന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തും. ഈ ആക്ഷേപം മുമ്പും നിലവിലുണ്ടായിരുന്നു. എന്നാൽ പരാതി എന്ന രൂപത്തിൽ UDFിൽ ഇപ്പോഴാണ് വന്നത്. അത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നാണ് UDFിൻ്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. അതിനുശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുക. ഈ ജമാൽ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജമാൽ കോൺഗ്രസിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായിരുന്നു, KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു. 2001 മുതൽ വഖഫിൻ്റെ 22 മുതൽ വഖഫിൻ്റെ CEO ആയി ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ചീഫ് ഇലക്ഷൻ ഓഫീസറായി ഇലക്ഷൻ ഏജന്റായി വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ ഉദുമ MLA ചീഫ് ഇലക്ഷൻ ഏജന്റായിരുന്നു. അത്തരത്തിൽ UDFുമായി ബന്ധമുള്ള ആളാണ്. എന്തായാലും ആരോപണം കടുത്തതായതുകൊണ്ട് തന്നെ ഇതിനെതിരെ കൃത്യമായ മറുപടി പറയും, നിഷേധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മറുപടി പറയുമെന്നാണ് ജമാൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്